നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒത്തിരി പവർഫുള്ളായ വരാഹി അമ്മയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു വഴിപാടാണ്. ഇതിന് നമ്മൾ 2 വസ്തുക്കൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണത്. അത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിന് ഒരു ഇൻസ്റ്റൻ്റായ സൊല്യൂഷൻ നമ്മൾക്ക് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരാളോട് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു, അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുവെങ്കിലോ, അതല്ല ഒരു ജോലി സംബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടി പോകുന്നുവെങ്കിലോ, ഇനി അതുമല്ല ഒത്തിരി നാളായിട്ട് നടക്കാത്ത ഒരു കാര്യമുണ്ട്, അത് നടക്കണം, എന്തായാലും കുഴപ്പമില്ല, അതുമാതിരി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിന് എല്ലാം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതാണ്. ഇത് നമ്മൾ വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് മനസ്സിൽ വിചാരിച്ച് ഈ വഴിപാട് ചെയ്യണം. വരാഹി അമ്മയെ വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു വഴിപാടാണിത്, ചെറിയ ഒരു വിഷയം. ഈ വഴിപാട് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ കുളിക്കണമെന്നോ പൂജാ റൂമിൽ ഇരുന്ന് തന്നെ ചെയ്യണമെന്നോ അമ്മയെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ചെയ്യണമെന്നോ അങ്ങനെ ഏതൊരു റൂളുമില്ല. നോർമലി ഇരിക്കുന്ന ഇടത്തിലിരുന്നിട്ട്, ഇപ്പോൾ അത് നിങ്ങൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശ നോക്കി ഇരുന്ന് ചെയ്യാവുന്നതാണ്. ഇത് വീട്ടിൽ മാത്രമല്ല അമ്പലത്തിലും ചെയ്യാവുന്നതാണ്. ഇത് അമ്പലത്തിൽ പോയി ചെയ്യുന്നതാണെങ്കിൽ അതുപോലെ തന്നെ കിഴക്കോ വടക്കോ ദർശനമായിട്ടിരുന്ന് ചെയ്തോളുക. പിന്നെ വേറെന്നുള്ളത് എന്താ വെച്ചാൽ, ഇത് ഒരു നാളേക്ക് മുന്നേ തന്നെ നിങ്ങൾ എല്ലാം റെഡിയാക്കി വെക്കണം തിങ്സ്. എന്നിട്ട് രാവിലെ ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാവുന്നതാണ്. ഇതിനാവശ്യമായ വസ്തു എന്താ വെച്ചാൽ അത് വയമ്പാണ്. വയമ്പ് സാധാരണ പൂജാമുറിയിൽ നമ്മൾ വച്ചിരിക്കുമല്ലോ. അഥവാ ഇന്നും വയ്ക്കാത്തവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം വയമ്പ്, ഒരു ചെറിയ പീസ് വയമ്പെടുത്ത് പൂജാമുറിയിൽ വച്ചോളുക. എന്താ വെച്ചാൽ വയമ്പെന്നാൽ നെഗറ്റീവ് എനർജി എല്ലാം അബ്സോർബ് ചെയ്തെടുത്തിട്ട് പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നതാണ്. കൂടെ ചുവപ്പ് നിറത്തിലുള്ള നൂലും വേണം. ചുവപ്പ് നിറത്തിലുള്ള നൂല് മീൻസ് നിങ്ങൾ തുണി തയ്ക്കുന്ന നൂലില്ലേ, മെഷീനിൽ യൂസ് ചെയ്യുന്ന, അതായിരുന്നാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ പൂ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചുവന്ന നൂലുണ്ടല്ലോ, അതായിരുന്നാലും മതി. ഇത് ഒന്നും കിട്ടിയില്ല എങ്കിൽ നമ്മൾ കയ്യിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന നൂലുണ്ടല്ലോ, അതായാലും മതിയാവും. ഇതിൽ ഏതോ ഒന്ന് നിങ്ങൾ എടുത്തോളുക. അത് മീൻസ് റെഡ് കളർ തന്നെ വേണം, അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാവുമ്പോൾ വയമ്പ് നമ്മൾ പുതുതായിട്ട് വാങ്ങിയത് ഇല്ല, യൂസ് ചെയ്തതേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല, ഒരു പീസ് മതി. വലുതായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ കുച്ചിയെ നിങ്ങൾ 2ആയിട്ട് ഒടിച്ചെടുക്കുക. അത് ഒന്നും പ്രോബ്ലം ഇല്ല. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്നാൽ, ഈ വയമ്പ് ഞാൻ മുന്നേ പറഞ്ഞത് മാതിരി പഴയതായാലും പ്രശ്നമില്ല, പുതിയതിരുന്നാലും പ്രശ്നമില്ല. വലിയ പീസാണ് ഇരിക്കുന്നതെങ്കിൽ കട്ട് ചെയ്ത് അതിനെ 2ആക്കിയിട്ട് അതിലൊരു പീസ് എടുക്കുക. അതല്ല നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള പീസാണ് ഇരിക്കുന്നതെങ്കിൽ അത് മതി, ഒരു ചെറിയൊരു പീസ് മതി. കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഇതിലെന്താണ് ഒരു പ്ലസ് പോയിൻ്റ് എന്നാൽ, നിങ്ങൾ അറ്റ് എ ടൈം ഒരേ സമയത്ത് മൾട്ടിപ്പിൾ റീസൺസ്, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് വയ്ക്കാൻ പറ്റും. അതായത് ഇന്ന് എനിക്ക് ജോലിക്കാര്യത്തിന് വേണ്ടി പോകണം, അതുപോലെ തന്നെ ഒരാളിൽ നിന്നും പണം എനിക്ക് കിട്ടാനുണ്ട്, അത് വാങ്ങാനും പോകണം. അത് മാത്രമല്ല, ഒരു മുഖ്യമായ ഒരു വിഷയം സംസാരിക്കാനായിട്ട് ഒരാളെ കാണാനും പോകണം. അങ്ങനെ മൾട്ടിപ്പിൾ ആവശ്യങ്ങൾ ഒരേ നാളിൽ പോസിറ്റീവായിട്ട് നടക്കണം. ഇതിനെല്ലാം നല്ല പോസിറ്റീവ് റിസൾട്ടും വേണം. അങ്ങനെ ആവശ്യമെന്നാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്നായിട്ട് മനസ്സിൽ വിചാരിച്ച് ചെയ്യാവുന്നതാണ്. അതിലൊന്നും ഒരു തെറ്റുമില്ല. ഇത് പ്രൊസീജിയറായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇന്ന് ഒരു കാര്യത്തിനായിട്ട് ഒരാളെ കാണാൻ പോകണം, ഞാൻ ഇപ്പോഴേ ഈ വഴിപാട് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധാരാളമായി ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്യണമെന്നാൽ, വീട്ടിൽ നിന്ന് വെളിയിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ
ഞാൻ പറഞ്ഞ പോലെ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് ഇത് ചെയ്യണം. എന്നുവെച്ചാൽ വെറും തറയിൽ ഇരിക്കരുത്. ഒരു ഷീറ്റോ പായോ വിരിച്ച് ഇരിക്കുക. അതല്ല വെച്ചാൽ ചെയറിലിരുന്നും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിൽ വയമ്പെടുത്ത് വച്ചോളുക. ഇത് നോക്കൂ, ഇടത് കയ്യിൽ വയ്ക്കണം. ചുവന്ന നൂല് നിങ്ങളുടെ വലത് കയ്യിലിരിക്കണം. ഇപ്പോൾ എന്താ ചെയ്യണമെന്നാൽ വയമ്പിൻ്റെ മേലെ ഈ ചുവന്ന നൂല് വെച്ചിട്ട് ഒരു മുടിച്ചിലിടണം. എന്നിട്ട് അങ്ങനെ മുടിച്ചിട്ട ശേഷം ആ നൂല് ചുറ്റണം. അത് ചുറ്റുമ്പോൾ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം കൂടെ നിങ്ങൾ 3 ടൈംസ്, കുറഞ്ഞത് 3 തവണ ചൊല്ലണം. കൂടിയത് 9 തവണ ചൊല്ലാവുന്നതാണ്. ഈ മന്ത്രം 3 തവണ ചൊല്ലി ചുവപ്പ് നൂല് അങ്ങനെ വയമ്പിൽ ചുറ്റിക്കെട്ടണം. ചുറ്റിക്കെട്ടിയതിന് ശേഷം ഈ വയമ്പ് അങ്ങനെ എടുക്കുക. എടുത്തിട്ട് നിങ്ങളുടെ പോക്കറ്റിലോ ബാഗിലോ പേഴ്സിലോ എവിടെ വേണേലും വെച്ചോളുക. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം വെളിയിൽ പോവുക. ഇത് ചെയ്ത ശേഷം വെളിയിൽ പോയാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ 100%, അങ്ങനെയല്ല, ഒരു 500% പോസിറ്റീവായിട്ട് നടന്നിരിക്കും. ഇത് വരാഹി അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ച് കരുതി നമ്മൾ ചെയ്യുന്ന വഴിപാടാണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കൈകൂപ്പി മനസ്സാലെ അമ്മയെ പ്രാർത്ഥിച്ച്, അമ്മയെ വിചാരിച്ച് ഈ കാര്യം ഞാൻ ചെയ്യുകയാണ്, ഇത് പോസിറ്റീവായിട്ട് നടക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി നിങ്ങളിത് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഇത് എടുത്തിട്ട് നിങ്ങൾ എവിടെ വേണേലും പോകാവുന്നതാണ്. എന്ത് കാര്യം വേണേലും ചെയ്യാവുന്നതുമാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിശ്ചയമായും ഫലം കിട്ടിയിരിക്കും. കാരണം നിറയെ പേർക്ക് ഇത് പകർന്നു കൊടുത്ത് അവർ ചെയ്തു നോക്കി പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ വഴിപാടാണ്. അതിനാലെയാണ് ഞാനിത് നിങ്ങൾക്ക് പകർന്നു തരുന്നത്. നിങ്ങളിത് ചെയ്തു നോക്കിക്കൊള്ളുക. തീർച്ചയായിട്ടും നല്ല ഒരു റിസൾട്ട് കിട്ടിയെന്ന് ഉറപ്പായും നിങ്ങൾ എന്നോട് പറയും. ആസ് യൂഷ്വൽ ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം. ശരി, ഇന്ന് ഞാനൊരു കാര്യത്തിനായിട്ട് പോകുന്നതിന് മുന്നേ ഇത് ചെയ്ത് എടുത്തിട്ട് പോയി, ഇന്നത്തേത് വിടുക. നാളെ ഒരു മുഖ്യമായ കാര്യമുണ്ട്. വീണ്ടും ഞാൻ പുതിയ വയമ്പ് വാങ്ങി ചുവപ്പ് നൂല് വെച്ച് കെട്ടി വീണ്ടും ചെയ്യണമോ എന്ന ഡൗട്ടാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ മുമ്പേ കെട്ടിവെച്ചിരിക്കുന്ന വയമ്പില്ലേ, ആ വയമ്പ് എടുത്തോളുക. ആ നൂല് അഴിച്ചെടുത്തോളുക. എന്നിട്ട് പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. പുതിയ കാര്യത്തിന് പോകുന്നെങ്കിൽ അതല്ല, സെയിം യെസ്റ്റർഡേ പോയ അതേ കാര്യത്തിന് തന്നെ ഇന്നും പോകുന്നെങ്കിലും വയമ്പിലിരുന്ന് നിങ്ങൾ ആ നൂല് അഴിച്ചെടുത്തിട്ട് വീണ്ടും ഈ വയമ്പിൽ തന്നെ നൂല് കെട്ടുക. കെട്ടുന്ന സമയത്ത് 3 തവണ മന്ത്രം ചൊല്ലി മുടിച്ചിലിട്ട് നൂല് കെട്ടി പേഴ്സിലോ പോക്കറ്റിലോ നിങ്ങളുടെ ബാഗിലോ വെച്ചിട്ട് പോകാവുന്നതാണ്. ഇത് റിപ്പീറ്റഡ്ലി സെയിം വയമ്പ് സെയിം നൂല് എത്ര തവണ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രശ്നവും ഇല്ല. പിന്നെ വേറൊന്ന്, ഒരു ദിവസം ഒരു തവണ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. നാളെ ഒരു കാര്യം നടക്കണമെങ്കിൽ നാളെ ആ വയമ്പിലിരുന്ന് കയറഴിച്ചെടുത്തിട്ട് പുതിയതായി കെട്ടുക. അതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിന് ഒരു ടൈം ഇത് നിങ്ങൾ കെട്ടിവെച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇതുപോലെ ഫോളോ ചെയ്തോളുക. ഇനി മുഖ്യമായ ആ മന്ത്രം നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരാം. പിന്നെ കയറ് കെട്ടുമ്പോൾ 3 തവണ നിങ്ങൾ മന്ത്രം ചൊല്ലിയാൽ മതി. അതർവൈസ് മറ്റുള്ള സമയങ്ങളിൽ ഈ മന്ത്രം യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. മന്ത്രം ഇങ്ങനെയാണ്: സർവരുണരോഹവരാഹ സർവകഷ്ടവിദ്വേഷണ സർവരുണരോഹവരാഹ സർവകഷ്ടവിദ്വേഷണ സർവരുണരോഹവരാഹ സർവകഷ്ടവിദ്വേഷണ. ഇതാണ് ആ അത്ഭുത മന്ത്രം. ഇത് വന്നിട്ട് നൂല് കെട്ടുമ്പോൾ 3 ടൈംസ് ചൊല്ലി നൂല് കെട്ടുക. നൂല് കെട്ടി തീർക്കും മുന്നേ 3 ടൈംസ് മന്ത്രം ചൊല്ലണം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ നിങ്ങൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ എഗെയിൻ നൂല് കെട്ടുമ്പോൾ 3 ടൈംസ് മന്ത്രം ചൊല്ലുക. അത്ര തന്നെ. ഈ മന്ത്രത്തെ നിങ്ങളൊരു പേപ്പറിലോ നോട്ട്ബുക്കിലോ എഴുതി സൂക്ഷിച്ച് വെച്ചോളുക.
ഇത് നോക്കിക്കൂടെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്, കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. വയമ്പും നൂലും എപ്പോഴും പോക്കറ്റിലോ പേഴ്സിലോ ബാഗിലോ അവിടെ തന്നെ വെച്ചോളുക. ഇതും വച്ചും കൊണ്ട് പോയിട്ട് ആരോട് വേണേലും വിശ്വസിച്ച് എന്ത് വേണേലും നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. കാരണം വയമ്പെന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ടക്കെന്ന് സഡനെന്ന് നടത്തി തരാനുള്ള ഒരു ശക്തി അതിനുണ്ട്. ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്ന ഓരോ മന്ത്രവും ഭയങ്കര പവർഫുള്ളുള്ള മന്ത്രങ്ങളാണ്. നമ്മൾ വരാഹി അമ്മയെ പ്രാർത്ഥിക്കുന്നു. ആ അമ്മയ്ക്ക് നമ്മൾ ആരതിയെല്ലാം കാണിച്ച് പ്രാർത്ഥിച്ചാലും നമ്മൾ പറയുന്ന മന്ത്രം അത് ഇന്നും ശക്തി അധികമാക്കും. നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി തരാനുള്ള ശക്തി ഈ മന്ത്രത്തിനുണ്ട്. അതിനാലെയാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കോവിലെല്ലാം അർച്ചന ചെയ്യുന്നതും ഭഗവാന്റെ മുന്നേ മന്ത്രം പറയുന്നതും ഇന്നും പവർ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതിനാലാണ് മന്ത്രങ്ങൾ ചൊല്ലി ഒരു വഴിപാട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിന് തീർപ്പ് വരുന്നത്. നിങ്ങൾ കണ്ടിരിക്കും, ഒരു കല്യാണമായാലും ഒരു നല്ല കാര്യമായാലും ഏതായിരുന്നാലും ഒരു മന്ത്രമില്ലാതെ ഒരു കാര്യം നടത്തില്ല. തീർച്ചയായും ഒരു മന്ത്രമിരിക്കും. സോ മനസ്സിൽ വിശ്വാസത്തോടെ ഓരോ കാര്യം ചെയ്യുമ്പോൾ മന്ത്രങ്ങൾ വന്ന് പവർഫുള്ളായിട്ട് വർക്കൗട്ടാകും. ഈ വഴിപാട് വന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ തരുന്ന ഒരു വഴിപാടാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് പ്രോബ്ലത്തിന് വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എപ്പോഴും കയ്യിൽ തന്നെ വെച്ചേക്കുക. ഇന്ന് തന്നെ നിങ്ങളിത് ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ ടെസ്റ്റിങ്ങിന് വേണ്ടി ഒന്ന് ചെയ്തു നോക്കാമെന്ന് കരുതുന്നവർക്ക് തീർച്ചയായും ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു ചെറിയ കാര്യം നമ്മൾ ചെയ്താലും അത് വിശ്വാസത്തോടു കൂടി ചെയ്യുക. എന്ത് വേണേലും ചെയ്യാം, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ ഇനി ഡൗട്ട് വരാം, പീരീഡ്സ് ടൈമിൽ നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യാമോ എന്നൊക്കെ. അതൊന്നും പ്രശ്നമില്ല, ഒരു പ്രോബ്ലവും ഇല്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. വിശ്വാസത്തോടെ വരാഹിയമ്മയെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളിത് ചെയ്യുക. അമ്മയുടെ മന്ത്രം ചൊല്ലി വയമ്പിൽ നൂല് കെട്ടി വച്ചിരിക്കുന്നതിനാൽ ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഡിസ്പോസ് ചെയ്യരുത്. ബാഗിലോ പേഴ്സിലോ ഒരു സൈഡിൽ ഇത് ഇരുന്നോട്ടെ, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. പറഞ്ഞതിലൊന്നും സംശയമില്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.